Good morning. Good morning, sir. In the tutorial problems നോക്കാം നമുക്ക്. So copy the first question. നിങ്ങൾക്ക് slide ഇത് കാണാവോ? Document upload ചെയ്തത് കാണാവോ? കാണാം sir. Okay. So copy the first question. A centrifugal pump having outer diameter equal to 2 times the inner diameter and running at 1000 rpm works against a total head of 40 meters. The velocity of flow through the impeller is constant and equal to 2.5 meters per second. The vanes are set back at an angle of 40 degrees at outlet. If the outer diameter of the impeller is 500 mm and the width at outlet is 50 mm, determine vane angle at inlet, work done by impeller on water per second and manometric efficiency. ഇതിൽ താഴെ വെലോസിറ്റി ഡയഗ്രാം കൂടി വരച്ചെടുത്തോളൂ. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വെലോസിറ്റി ഡയഗ്രാം അത് ക്വസ്റ്റ്യന്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ്. സോ യു ഹാവ് ടു ലേൺ ഹൗ ടു ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാം ഓഫ് ദി പെർട്ടിക്കുലർ കേസ് സ്പെസിഫൈഡ് ഇൻ ദി പ്രോബ്ലം. അത് ടർബൈൻ്റെ പ്രോബ്ലംസ് ആയാലും സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിലായാലും വെലോസിറ്റി ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് പഠിക്കുക നിങ്ങൾ. അപ്പോൾ ഈ കേസിൽ when we consider the centrifugal pump, നമ്മൾ 3 ടൈപ്പ്, അതായത് വെയിൻസിന്റെ 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ഏതൊക്കെ 3 ടൈപ്പാണ് പറഞ്ഞത്? സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇംപെല്ലർ വെയിൻസ്, ആ 3 ടൈപ്പ് വരുമ്പോഴും വെലോസിറ്റി ഡയഗ്രാം അതനുസരിച്ചിട്ടുള്ള വേണം വരയ്ക്കാനായിട്ട്. So what are the 3 type of vanes? Impeller vanes. Backward curve. Backward curved, forward curved and radial vane. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് വെയിൻസ് ആർ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 40 ഡിഗ്രി ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ വെയിൻസ് ആർ ഹിയർ മെൻഷൻഡ് ഇറ്റ് ഈസ് the vanes are set back at an angle of 40 degree at outlet. So that means it is backward swept. അപ്പോൾ ഇതിലെ ഈ കേസിൽ ഇതാണ് ഇത് ഈ വെയിൻ, ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ കർവേച്ചർ വരുന്നത്. ഈ ടിപ്പിൽ ഔട്ട്ലെറ്റിലോട്ട് കർവ് ചെയ്തേക്കുന്ന ഈ ഡയറക്ഷനിലായിട്ട്. രണ്ടും ഫോർവേഡ് ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് കോൾ ഇറ്റ് ആസ് ഫോർവേഡ് കർവ്ഡ്. ഡയറക്ഷൻ ഇതാണ്, ഈ ഡയറക്ഷനിൽ തന്നെയാണ് കർവേച്ചർ വരുന്നത്. ഇത് ഫോർവേഡ് കർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ബാക്ക്വേർഡ് കർവ്. ഇനി പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബാക്ക്വേർഡ് കർവ്ഡ് ചെയ്യാം നമ്മൾ. പിന്നെ അല്ല ഫോർവേഡ് കർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഈസ് ഫോർവേഡ് കർവ്ഡ്. അങ്ങനെയും വരാം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അല്ലാതെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതിൽ വെയിൻ്റെ ടൈപ്പ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു കൺസിഡർ ദി ടൈപ്പ് ആസ് ബാക്ക്വേർഡ് സ്വെപ്റ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഡയഗ്രാം ആണ് ഇവിടെ
വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് പഠിക്കുക. Then so now to solve the problem, let us first of all identify the given data. So you list out the given data here. So let us write down the given data. Outer diameter, inlet diameters in the relation പറഞ്ഞിട്ടുണ്ട്. Outer. So let us say 1 and 2. 1 ഇവിടെ തന്നെ നമ്മൾ inlet tip. This is your inlet tip 1 and this is the exit or outlet tip 2. So അനുസരിച്ചിട്ടാണ് ഈ velocity notations എല്ലാം കൊടുത്തേക്കുന്നത്. So 1 denote your inlet and 2 if it is exit or outlet. So what we have given is the diameter ratio D. Outer diameter is 2 times the inner diameter, 2 times D1. അത് കൂടാതെ diameter ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ outer diameter തന്നിട്ടുണ്ട് നമുക്ക് D2 given as 500 mm. Outer diameter impellerന്റെ 500 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. So you can calculate D1. അതെന്ന D1 എത്ര വരും? ഒക്കെ D1 will be D2 by 2, right? D2 by 2. So it will be 250 mm. So that D1, D2. Then width of the impeller is given B1, B2. Outlet le width തന്നിട്ടുണ്ട്. Width എന്ന് പറയുന്നത് B2 is 50 mm. Impellerന്റെ outlet le width പറഞ്ഞിട്ടുണ്ട്. Then RPM, speed of rotation of the pump, is given as 1000 RPM. 1000 RPM speed. Then the total head against with the pump work. Total head എന്ന് പറയുന്നതാണ് manometric head. So pump in the total head is manometric head is 40 meter. Then we have given the velocity of flow is constant and equal to 2.5 meter. Velocity of flow എന്ന് പറയുന്നത് VF. ഇവിടെ ഇൻലെറ്റിലെ velocity of flow VF1, എക്സിറ്റിലെ ഡയഗ്രത്തിലെ VF2. So the velocity of flow is constant means VF1 and VF2 are equal. So VF1 equal to VF2. So that is given as 2.5 meter per second. ഇത്രയാണ് ഡാറ്റ തന്നേക്കുന്നത്. ഇനി പറയാനുള്ള ഉണ്ടോ? ഇല്ല. sir. So that sir. okay. So now നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് ഏതാണ്? ഒന്ന് വീൻ ആംഗിൾ. വീൻ ആംഗിൾ എന്ന് പറയുന്നത് ഏതോടാ? ഇൻലെറ്റിലെ വീൻ ആംഗിൾ അല്ല, വീൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്, ദാറ്റ് മീൻസ് തീറ്റ. അപ്പൊ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രം നിങ്ങൾ എപ്പോഴും ഓർക്കുക. സെൻട്രിഫ്യൂഗൽ പമ്പില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്? എൻട്രി റേഡിയൽ ആണ്. റേഡിയൽ എൻട്രി അറ്റ് ഇൻലെറ്റ്. അതുകൊണ്ടാണ് വെലോസിറ്റി ഡയഗ്രം എന്ന് പറയുന്നത് ഈ രീതിയിൽ. അത് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ അത് വെദർ ഇറ്റ് ഈസ് ബാക്ക്വേർഡ് സെറ്റ് ഓർ ഫോർവേഡ് സെറ്റ് ഓർ റേഡിയൽ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രം 3 കേസിൽ ഇത് തന്നെ എടുക്കുക. വിത്ത് അസംപ്ഷൻ ദാറ്റ് എൻട്രി ഈസ് റേഡിയൽ സോ ദാറ്റ് ദ എഫിഷ്യൻസി ഈസ് മാക്സിമം. VW1 0 ആയിരിക്കും. ഇവിടെ കണ്ടുപിടിക്കേണ്ടതിൽ ഒന്നാമത് തീറ്റ വീൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്. Then you have to find work done per second. Work done per second by the impeller. Then the third parameter to be calculated is manometric efficiency. Manometric efficiency. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So now first let us diameter അറിയാം, speed of RPM അറിയാം, speed of rotation of pump അറിയാമെങ്കിൽ ഇൻലെറ്റിലെയും എക്സിറ്റിലെയും ഇംപെല്ലറിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. So that you calculate first. So let us now start solving the problem. So U1, impeller speed U1 is pi D1 N by 60. So you calculate pi D1, pi into D1 എത്ര വരും? D1 is 250. So 0.25 millimeter ലോട്ട് മാറ്റുക. 250 mm ആണ്.
that into 1000 by 60. So U1 calculate and so U1 calculate I will write down U1 what you get is 13.09 meter per second. So you will get this as 13.09 meter per second. When I calculate it, no correct mistake on the Similarly, you can find out U2 outlet impeller speed 5 d2 n by 60. So that is 5 into d2 500 mm, so 0.5 into 1000 by 60. So that is in a double ID, 26.18 meter per second. So you have impeller speed at inlet and exit. ഇനി നമുക്ക് ഇംപെല്ലർ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിൻ ആംഗിൾ ആണ്. വെയിൻ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രത്തിൽ ഫ്രം ദ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രാം തീറ്റ കാണാനായിട്ട് ടാൻ തീറ്റയുടെ വാല്യൂ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം. ഫ്രം ദി ഇൻലെറ്റ് velocity diagram. What is tan theta there? Tan theta equation നോക്കിയിട്ട് പറഞ്ഞു എന്താ? VF1 by U1. VF1 by U1. So VF1 തന്നിട്ടുണ്ട് നമുക്ക്. VF1 is given as 2.5. U1 just now you calculated as you got as 13.09. So this will be you will get this as equal to 0.191. So the vein angle at inlet theta will be tan inverse of 0.191. So that you will get this as 10.8. So the calculate ചെയ്തു. വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണണമെന്നുണ്ടെങ്കിൽ എക്സിറ്റിലെ വേൾഡ് വെലോസിറ്റി VW2യുടെ വാല്യൂ അറിയണം. അപ്പൊ അത് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എക്സിറ്റിലെ ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. എക്സിറ്റിൽ ഏത് ആംഗിൾ തന്നേക്കുന്നത്? ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റയുടെ കൂട്ടത്തിൽ അതും കൂടി എഴുതുക. ടാൻ 5 തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ടാൻ 5യുടെ വാല്യൂ നിങ്ങൾക്ക് എഴുതാം. റൈറ്റ് ദാറ്റ് വാല്യൂ ആൾസോ 5. ഓൾസോ ഗിവൺ 5 ആസ് 5 എത്രയാ 40 ഡിഗ്രി അല്ലേ? 40 റൈറ്റ്. It is 40 degree. So now you go to the exit velocity diagram. So from the outlet velocity diagram, outlet or exit the diagram. Let us write tan 5. Tan 5 equation നോക്കിയിട്ട് പറഞ്ഞ അവിടെ VF2 by U2 minus VF2 by U2 minus VW2. So tan 5 is tan 40. Tan 40 equal to VF2 2.5 U2 26.18 minus VW2. So you can get VW2 from here, and after solving you get VW2 as 23.2 meter per second. 23.2 meter per second. Now, what we need is the second work done per second. Work done per second by the impeller. രണ്ടാമത്തെ കാണേണ്ട കാര്യം നമുക്കിപ്പോൾ കാണാം. What is the equation for work done per second? VW2 U2 by G. W by G. VW2 U2 by G എന്ന് പറയുന്നത് പക്ഷെ അത് per weight. Per unit weight ആണ്. നമുക്ക് വേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ എന്താ m dot W by G. m dot into VW2 U2. M dot is the mass flow rate. So this is
Rho into Q. Mass flow rate is rho into discharge. അപ്പോൾ discharge ഇവിടെ calculate ചെയ്തിട്ടുള്ള അത് കാണേണ്ടി വരും. That into VW2 U2. VW2 അറിയാം, U2 അറിയാം. Rho density of water. Discharge calculate. Discharge കാണാനായിട്ടുള്ള equation പറഞ്ഞു. എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇമ്പല്ലറിന്റെ discharge Q is ഏതാണ്? Pi D2 B2 ആണ്. Pi, okay. Pi നമുക്കറിയാം D2 B2. ഔട്ട്ലെറ്റിൽ വിട്ട് അറിയുന്നു. അപ്പോൾ D2 B2 into VF2. So you substitute pi into diameter 0.5 width 50 mm. 50 mm എന്ന് പറയുമ്പോൾ 0.05 into VF2 2.5. So the discharge value you get this as 0.1963 meter cube per second. The discharge of the pump is 0.1963. So the work done per second now it will be rho Q. Rho Q എന്ന് പറയുന്നത് 1000 into discharge 0.1963 into VW2. VW2 എന്ന് പറയുന്നത് 23.2 into U2 26.18. So that will be, what you get is 119,227.9 watt, or you can write this as 119.22 kilowatt. Now the manometric efficiency eta mano equation pumpന്റെ GHM by VW2 U2. So this 9.8 HM40 divided by VW2 23.2 into 26.18. So if you work out, you will get this as equal to 0.646. That is 64.6%. So that is the manometric efficiency of the centrifugal pump. With that, the first problem is completed. ഈ മൂന്നല്ല കാണാൻ പറഞ്ഞിട്ടുള്ളൂ. Pin angle കണ്ടു, work done by the impeller കണ്ടു, then volumetric efficiency. Okay. So now we'll go to the next problem. We copy the second. Diagram same ആണ്. Velocity diagram നേരത്തെ വരച്ച തന്നെയാണ്. The second question is the internal and external diameter of an impeller of a centrifugal pump which is running at 1000 rpm and are 200 mm and 400 mm respectively. The discharge through the pump is 0.04 meter cube per second and the velocity of flow is constant and equal to 2 meter per second. The diameters of the suction and delivery pipes are 150 mm and 100 mm respectively. And suction and delivery heads are 6 meter absolute and 30 meter absolute of water respectively. If the outlet vane angle is 45 degree and the power required to drive the pump is 16.186 kilowatt, determine vane angle of the impeller at inlet, the overall efficiency of the pump and manometric efficiency of the pump. The problem is നമുക്ക് ഹെഡ് പറഞ്ഞിട്ടില്ല. പ്രീവിയസ് കേസിൽ മാനോമെട്രിക് ഹെഡ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇതിവിടെ മാനോമെട്രിക് ഹെഡ് തന്നിട്ടില്ല. Instead you are given the suction delivery പൈപ്പിന്റെ ഡയമീറ്റേഴ്സും സക്ഷൻ ഡെലിവറി ഹെഡ്സ് തന്നിട്ടുണ്ട്. സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും ഒക്കെ നമ്മൾ എന്താണെന്നുള്ളത് നേരത്തെ അതിന്റെ
ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഡെലിവറി ഹെഡും സക്ഷൻ ഹെഡും അറിയാമെങ്കിൽ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി മാനോമെട്രിക് ഹെഡ്, അതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. യു കോപ്പി ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ ഡയഗ്രാം സെയിം ആണ്. ബാക്ക്വേർഡ് സെറ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ യു കൺസിഡർ ദ assume or you consider the case of backward shift. So the same diagram you can consider in this case also. So I will question output. I will write down the given data here. Yes. Limited time today. Friday ananariyam. So I will try to complete this problem. So given for the problem, you are given the data, internal external diameter D1 D2. So again D1 400 200 mm, D2 400 mm, speed of pump 1000 rpm, discharge തന്നിട്ടുണ്ട്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. Discharge is given as 0.04 meter cube per second. Velocity of flow Vf1 Vf2 2 meter per second. Then diameter of the suction and delivery pipe, so if ds 150 mm, then diameter of delivery pipe DD 100 mm, then you are given the suction delivery head. Suction head delivery head adana HSHD. So suction head is HS is suction 6 meter. So it is 6 meter absolute unit lana, and delivery head is 30 meters of absolute. Then vane angle at outlet, vane angle is 5. Vane angle at outlet is 5 is 45 degree. So 5 45 degree. Then power is also given. Power required to drive the pump is 16.186 kilowatt. Power required. Okay. So these are the given data, and here again the parameters to be determined are to determine overall efficiency, then manometric efficiency, then phi theta, vane angle. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. Diameters അറിയാം, സ്പീഡ് അറിയാമെന്നുണ്ടെങ്കിൽ, as we calculated in the previous case, here also you can first of all find out the impeller speeds U1 U2 calculate here. So first we will calculate the impeller speed at inlet and exit of the impeller. So U1, so let us now solution. So U1 is by D1 n by 60. 5 into D1 എത്രയാണ്? D1 0.2 mm. 200 mm അല്ല, 0.2 into 0.2 into 1000 by 60. 5 D1. So this impeller speed at inlet, what you get is 10.47 meter per second. You will get this as 10.47 meter per second.
then the impeller speed at exit or U2, U2 by D2N by 60. So this pi into diameter is 400, 0.4 into 1000 by 60. You will get this as in the double value. So 10.47 into 2 എന്ന് പറയുന്നത് 20.94 meter per second. Impeller speed ആയി നമുക്ക് വെയിൻ ആംഗിൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? വെയിൻ ആംഗിൾ കാണാനായിട്ട് ഇൻലെറ്റിലെ വെയിൻ ആംഗിൾ കാണാനായിട്ട് ഫ്രം ദ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രാം tan theta ആണ് VF തന്നിട്ടുള്ളത്. tan theta equal to VF1 by U1. So that is VF1 is 2 by 10.94. Sorry, 10.47. 10.47. So that gives you the gain, then value you get 0.191. So theta vein angle at inlet is theta will be tan inverse of 0.191. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ വാല്യൂ തന്നെയാണ് 10 എത്രയായിരുന്നു? theta vein angle theta, you get this as theta equal to 10.8. വെരിഫൈ ചെയ്തേക്കണേ. Then VW to calculate ചെയ്യാം from the outlet diagram, velocity diagram. What is tan phi? VF2 by U2. VF2 by U2 minus VW. U2 minus VW2. Phi അറിയാലോ അവിടെ 45 അല്ല. Here tan 45 equal to VF2 value 2 divided by U2 was 20.94 minus VW2. So that gives you the exit world velocity value VW2. You can solve VW2 from here, and after calculating, what you will be getting is VW2 18.94. You get this as 18.94. VW2 കിട്ടി. Manometric efficiency കാണണമെന്നുണ്ടെങ്കിൽ HM അറിയണം. So to calculate the manometric head, let us write down the equation for manometric head. Manometric head HM. One of the relation what we have written yesterday in terms of the suction delivery head. ഏതാണത് ഓർക്കുന്നോ? ടോട്ടൽ എനർജി ഡിഫറൻസ് ആയിട്ട്, അതായത് P naught by rho g Plus V0. P naught square by 2g plus Z naught minus Pi by rho g plus Vi square by 2g plus Zi. Total energy difference at inlet and exit. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ കേസിലാണെങ്കിൽ ഇൻലെറ്റിലെ ഇമ്പല്ലറിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടോ നമുക്കത്? അതാണ് ഇൻലെറ്റ് സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡ് തന്നിട്ടുണ്ട്. സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡ് തന്നിട്ടുണ്ട്. ഏതാ സക്ഷൻ ഹെഡ് വരുന്നത്? VI by rho g. Right. So we have given Pi by rho g
This is equal to HS. 6 meters. Absolute value ആണ് അപ്പോൾ ഇനി കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. Absolute termsലാണ് വന്നേക്കുന്നത്. അതേസമയം ഇത് വാക്വത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ you have to change it. Then V naught by rho g. Outlet എന്ന് പറഞ്ഞാൽ HD. Delivery head is 30 meters. Absolute. Then VI. V naught എന്ന് പറയുന്നത് എന്താണ്? V naught എന്ന് പറയുന്നത് ഡെലിവറി പൈപ്പിലെ വെലോസിറ്റി ഇൻ ഡെലിവറി പൈപ്പ്. ഡെലിവറി സൈഡിലെ വെലോസിറ്റി ആണ്. ഡെലിവറി പൈപ്പിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. VI that will be VS suction പൈപ്പിലെ വെലോസിറ്റി. തന്നിട്ടില്ല. You have to calculate from the given discharge value velocity in the suction pipe. So that you can calculate from the given discharge. Discharge തന്നിട്ടുണ്ടോ നമുക്ക് അല്ലേ? So discharge you can write how you can relate discharge to this velocity. Velocity into area. Area into velocity. So discharge Q we can write as area of the suction pipe into velocity of the suction pipe. നമ്മൾ ഇപ്പോഴത്തെ കേസ് എടുക്കുമ്പോഴാണ് പൈ ഡി ബി എടുക്കുന്നത്. സെയിം ക്വാണ്ടിറ്റി that will be entering the suction pipe and leaving through the delivery pipe. So this is also equal to AD into VD. AS എന്ന് പറയുന്നത് area of the suction pipe, VS velocity of the suction pipe, AD area of the delivery pipe, VD velocity in the delivery pipe. Q തന്നിട്ടുണ്ട്. AS ഉം AD യും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡയമീറ്റേഴ്സ് അറിയാം. So you can calculate VS. So now VS is Q by AS. So this is 0.04 Q divided by ഈ suction pipe ന്റെ ഏരിയ എന്ന് പറയുന്നത് 5/4 into diameter. Suction pipe ന്റെ diameter എത്ര വന്നേക്കുന്നത്? DS square 150 mm. 150 mm എന്ന് പറയുമ്പോൾ 15 സെന്റിമീറ്റർ 0.15. So 0.15 square. So the suction pipe ന്റെ velocity എന്ന് പറയുന്നത് VS value what you get is what you will be getting as 2.26 meter per second. So you will get this as 2.26 meter per second. Similarly, VD will be Q by AD. So it will be 0.04 by 5/4 into 100 mm, 0.1 square. So that you get calculate, you get this as 5.09 meter per second. Then now you can calculate your manometric head with the assumption one more term required there, but that we neglecting the elevation difference. So we cannot account that in our relation. So that elevation difference. So that ZO equal to ZI. So that will be negligible or it will be small compared to other two terms. So we can omit it without much error in the final manometric head calculation. So HM now equal to V naught is 30, 30 plus velocity VD square by 2G എത്ര വരും? 30 plus hello എത്ര 30 plus hello 5.09. Okay, 5.09. Okay, 5.09 square 2 into 9.8.
മൈനസ് ഇസഡ് നമ്മൾ എടുക്കുന്നില്ല 6 പ്ലസ് 2.26 സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.8. So that HM value after substituting calculating what you get is 25.06 meter. Manometric head in the value കിട്ടിയാൽ now you can find out the other overall efficiency കാണാം അല്ലെങ്കിൽ manometric efficiency calculate ചെയ്യാം. So now manometric efficiency manometric equal to GHM UW2 U2. That so you substitute eta mano equal to 9.8 into 25.06 by UW2 എത്രയാണ് എത്രയായിരുന്നു UW2 18.94. 18.94 into U2 U2 20.94. 20.94. So that will get this manometric efficiency value of 0.6198. That is 61.98%. And one more quantity to be determined is overall efficiency. So the overall efficiency now eta naught is എന്താണ് overall efficiency എന്ന് പറഞ്ഞാൽ പമ്പിന്റെ WHM പമ്പിന്റെ ഔട്ട്പുട്ട് അല്ലേ പമ്പിന്റെ ഔട്ട്പുട്ട് പമ്പ് ഔട്ട്പുട്ട് ബൈ ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട്. So this is eta not equal to പമ്പിന്റെ ഔട്ട്പുട്ട് rho Q into G into VW to U2 divided by shaft power. Weight ആണ് rho QG എന്ന് പറയുന്നത് weight into അല്ലേ ഇതല്ലേ ഇക്വേഷൻ നമ്മൾ ഇന്നലെ എഴുതിയ ഇക്വേഷൻ ഒന്ന് നോക്കുക അങ്ങനെ എഴുതിയേക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ഓൺലി ഇല്ല റോ ക്യൂ ഇല്ലല്ലോ തെറ്റിയിട്ടുണ്ട് അങ്ങനല്ല റോ ക്യൂ അല്ലേ സാർ HM സോറി rho Q G into HM. So you can താഴെ ഇത് കിലോവാട്ടിലാണെങ്കിൽ കിലോവാട്ടിലാക്കാൻ 1000 രൂപ ആണ് പി തന്നിരിക്കുന്നത് പി വാട്ടിലിട്ടാൽ മതി 1000 രൂപ ആണെന്നില്ല. Substitute the 1000 density into 0.04 discharge, the 9.8 into 25.06 by 1000 by 1000. Okay, this divided by 16.186. So that is, if you work out, you get the overall efficiency of the pump as 0.6074. That is 60.74%. So that complete the problem. Second problem. Okay. Great angle impeller inlet overall efficiency. ഇതുപോലെയുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇനിയും കാണും. കാരണം നമ്മൾ HMന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് 3 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന കേസസ് ലോസസും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ഫ്രം ദി മാനോമെട്രിക് ഹെഡ് ഓയിലർ ഹെഡ് എന്ന് കാണാം. UW2 by T minus losses.
ഈ കേസിൽ നമ്മൾ അതിന്റെ തന്നിരിക്കുന്ന സക്ഷൻ ഡെലിവറി കെട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ടോപ്പിക് എന്ന ഡെഫിനറ്റ്ലി ദർ വിൽ ബി ന്യൂമറിക്കൽ പ്രോബ്ലം. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നോക്കുക. ഇനി നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ വേറെ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കണ്ടിന്യൂ. ഓക്കെ. ഡൗട്ട്സ് ഇതിലുണ്ടോ? Have any doubts? Yes, sir. Okay. Okay. Okay, then we'll meet again. Monday എന്താണ് സിറ്റുവേഷൻ? നിങ്ങൾക്ക് മൺഡേ ആണോ തുടങ്ങുന്നത് എക്സാം? അതെ സാർ. അതെ സാർ, മൺഡേ. അപ്പൊ എന്തോ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ കേസ്? 8:30 മുതൽ 10 o'clock വരെ. 8:30 മുതൽ 10 മണി വരെ എക്സാം. 1.5 മണിക്കൂറല്ലേ? അതെ സാർ. അതെ സാർ. 1.5 മണിക്കൂർ. അപ്പൊ 10 മണി കഴിഞ്ഞാൽ റെഗുലർ ക്ലാസ് ആണോ? പിന്നെ അറിയില്ല, സാർമാരൊന്നും പറഞ്ഞിട്ടില്ല. നിലവിലൊന്നും അറിയിപ്പ് കിട്ടിയില്ല. ഓക്കെ, അന്ന് ഞാനൊന്ന് ചോദിച്ചേക്കാം. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് സോറി എക്സാം കഴിഞ്ഞിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലാസ് കിട്ടില്ല. നിങ്ങളുടെ മൺഡേ നമുക്ക് 8:30 ഓക്കെ. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ.